भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോസ്യോൽപ്രേക്ഷക ആദിമധ്യനിധനേ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃശാസ്തിതാം യം സംബദ്ധ്യ ജഹാത്യജാമനുഷൈഃ സുപ്തകുലായാം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 725 ദിവസം. ശ്രുതിഗീത ഇന്ന് 6 ദിവസം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം 87 അധ്യായം ശ്രുതിഗീത അല്ലെങ്കിൽ വേദസ്തുതിയാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 26 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. സദിവ മനസ്ത്രിവൃത്വൈ വിഭാത്യ സദാ മനുജാൽ സദഭിമൃശന്ധ്യശേഷമിതമാത്മതയാത്മവിദ നഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മതയാ സ്വകൃതമനുപ്രവിഷ്ടമിതമാത്മതയാവസിതം. മനസ്സായി ത്രിവൃത് 3 ഗുണങ്ങളോട് കൂടിയതായിരിക്കുന്ന ഇതം ഈ ലോകം അസത്തായി ആണ്. ത്വയ് അങ്ങയിൽ ആമനുജാൽ മനുഷ്യനുൾപ്പെടെയുള്ളത് സത് ഇവ സത്ത് എന്നതുപോലെ വിഭാതി ശോഭിക്കുന്നു. ആത്മവിദഃ ആത്മാവിനെ അറിഞ്ഞ ആളുകൾ ആത്മജ്ഞാനികൾ അശേഷം ഒട്ടൊഴിയാതെ ഇതിനെ ആത്മത കാരണമായിട്ട് സത്ത് എന്ന് വിചാരിക്കുന്നു. അഭിമൃശന്തി കനകസ്യ വികൃതിം തദാത്മതയാ സ്വർണത്തിന്റെ വികാരത്തെ അതിന്റെ രൂപം കൊണ്ട് ന ത്യജന്തി ഉപേക്ഷിക്കുന്നില്ല. സ്വകൃതം തന്നാൽ നിർമ്മിക്കപ്പെട്ട ഇതും അനുപ്രവിഷ്ടം ആത്മതയാ അവസിതം അനുപ്രവേശിക്കപ്പെട്ടതും ആത്മാവായിട്ട് നിശ്ചയിക്കപ്പെട്ടതും ആണ്. അസത്ത് ഉണ്ടായിട്ടുമില്ല. പുരുഷൻ ത്രിഗുണരൂപനായി ഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ച സമൂഹവും പുരുഷനും വേറെയല്ല എന്ന് വരും. എങ്കിൽ പ്രപഞ്ചവും പുരുഷനും ഉള്ളതുപോലെ തോന്നുന്നത് എങ്ങനെയാണ് എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. മനസ്സിന്റെ സ്വതസിദ്ധമായ ഗുണം, ആ സങ്കല്പത്തിന്റെ സാമർഥ്യം കൊണ്ട് പലതരത്തിൽ കാണപ്പെടുന്ന പ്രകാശിക്കുന്ന ഈ പ്രപഞ്ചം സത്തായിട്ട് മാറുന്നില്ല.
സദ്രൂപനായിരിക്കുന്ന ഭഗവാന്റെ അധിഷ്ഠാനത്തിൽ സത്ത് എന്ന പോലെ പ്രകാശിക്കുന്നു എന്നാണ്. അധിഷ്ഠാനം സത്തായതുകൊണ്ട് പ്രപഞ്ചവും സത്ത് എന്ന് തോന്നുന്നു. ഭഗവാൻ സത്താണ്. പുരുഷൻ സത്തെന്ന് തോന്നുന്നതിനും അധിഷ്ഠാന സത്തയാണ് കാരണം. ആത്മസ്വരൂപത്തെ അറിഞ്ഞ ആള് ഭോക്താവ് ഭോഗ്യം എന്ന ഭാവത്തിൽ വിളങ്ങുന്ന ഈ ലോകം ആത്മസ്വരൂപമാവും എന്നുള്ള സംഗതി കൊണ്ട് സത്ത് എന്നറിയുന്നു. അപ്പോ ആത്മാവല്ലാത്ത അന്യപദാർത്ഥം പരമാർത്ഥമായിട്ടില്ലാത്തത് കൊണ്ട് ഏതു രൂപത്തിൽ കാണപ്പെടുന്ന വസ്തുവിന്റെയും പാരമാർത്ഥികമായ സത്ത ആത്മാവായതുകൊണ്ട് എല്ലാമായി വിളങ്ങുന്നത് ആത്മസത്താണ്. ഇപ്പൊ ജ്ഞാനികൾ ഒന്നിനെയും ത്യജിക്കുന്നില്ല, ഒന്നിനെയും എടുക്കുന്നുമില്ല. ഇപ്പോ സ്വർണം കൊണ്ട് പല ആഭരണങ്ങൾ ഉണ്ടാക്കും. കടകങ്ങള്, കുണ്ടലം, അതല്ലെങ്കിൽ വള, അല്ലെങ്കിൽ പാദസരം, മാല, അങ്ങനെ പലതും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ആഭരണങ്ങളാവുമ്പോഴും അല്ലെങ്കിൽ ആഭരണങ്ങളായി നിലനിൽക്കുമ്പോഴും ആ ആഭരണങ്ങളെ അതിൻ്റെ ആകൃതി ഉപേക്ഷിച്ചാലും എന്താണ്, ആ സ്വർണം സ്വർണമായി തന്നെ നിൽക്കുന്നു. അല്ലെങ്കിൽ മണ്ണിനെ ഇത്തരത്തിൽ ഉപമിക്കാറുണ്ട്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലം, കുടം, ചരാത്, ഇതിനൊക്കെ ആകൃതിക്കനുസരിച്ച് ഓരോ പേര് പറയുന്നു എന്നല്ലാതെ ഇത് മണ്ണാണ്. സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ വസ്തു അത് സ്വർണമാണ്. അതിന് ഏത് രൂപമോ ഏത് ഭാവമോ ഏത് ആകൃതിയോ ഒക്കെ ഉണ്ടായിക്കോട്ടെ. ഇതേപോലെ ഈ ലോകം എപ്പോഴും ആത്മസ്വരൂപമാണ്. ആത്മാവിനെ ഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ വിശ്വത്തെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഇതിനെ ആത്മത്വേന സ്വീകരിക്കുന്നു. ഇത് ഈശ്വരൻ തന്നെയാണ് എന്ന ഭാവത്തിൽ. അങ്ങനെ ആത്മകാര്യമായ സകല പ്രപഞ്ചവും അതിലേക്ക് അനുപ്രവേശിച്ചിരിക്കുന്ന പുരുഷനായ ജീവനും ആത്മാവ് തന്നെ എന്ന തിരിച്ചറിവ് ആത്മജ്ഞാനികൾക്ക് ഉണ്ടാവും. യത് സത്തയാ സദാഭാതി ജഗതേത അസത്സ്വത സദാഭാസം അസത്യസ്മിൻ ഭഗവന്തം ഭജാമതം എന്നാണ്. ഏതൊരുവന്റെ പാരമാർത്ഥിക സത്തയോടുകൂടി ചേരുന്നത് കൊണ്ട് അസത്തായ ജഗത്ത് സത്തായിത്തീരുന്നു, അല്ലെങ്കിൽ ശോഭിക്കുന്നു. ആ ഭഗവാനെ ഞങ്ങൾ ഭജിക്കുന്നു. അപ്പൊ ഈ ലോകം സകല ചരാചരവും ഈശ്വരനാണ് എന്ന ഭാവത്തോടു കൂടി വേണം നമ്മൾ ഇതിനെ കാണാൻ എന്ന് പറയുന്നു. സകല ചരാചരങ്ങളെയും നമ്മൾ പ്രേമിക്കുന്നത് ആ സകല ലോക പ്രേമം, പരിശുദ്ധമായ ആ സ്നേഹം, അത് തന്നെയാണ് ഭക്തി. സകല ജീവജാലങ്ങളിലും ഭഗവാനെ കാണുക. അപ്പൊ പിന്നെ നമുക്ക് ഒരാളെ ദ്വേഷിക്കാൻ സാധിക്കില്ല, ഒരാളെ നമുക്ക് സത്യത്തിൽ സ്തുതിക്കാനും സാധിക്കില്ല. കാരണം ഞാനടക്കമുള്ള സകല ചരാചരങ്ങളും ഒരേ ഒരു ഈശ്വരന്റെ ഭാവങ്ങളാണ്, ഈശ്വരന്റെ ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് ആത്മജ്ഞാനി എത്തിച്ചേരുന്നു. തവ പരിയേ ചരന്ത്യഖില സത്വനികേതതയാ ത ഉത പദാക്രമന്ത്യ വിഗണയ്യ ശിരോ നിരുതേ പരിവയസേ പശൂനിവ ഗിരാവിബുധാന പിതാം സ്ത്വയി കൃത സൗഹൃദാ ഖലു പുനന്തി നയേ വിമുഖാ. യേ മറ്റു ചിലര് അഖില സത്വനികേതതയാ സകല ഭൂതങ്ങളിലും വസിക്കുന്നവനാവും എന്ന അവസ്ഥയോടുകൂടി അങ്ങയെ പരിചരന്തി ഉപാസിക്കുന്നു. എങ്കിൽ അവർ ഈ കാരണം കൊണ്ട് അവിഗണയ്യ ഗണിക്കാതെ കണ്ട് നിരുതേ ശിര പദ ആക്രമന്തി മൃത്യുവിന്റെ ശിരസിനെ തന്റെ കാലുകൊണ്ട് ആക്രമിക്കുന്നു. മൃത്യോർമൂർധി പദം ദത്വ ആരുരോഹ അദ്ഭുതം ഗൃഹം എന്ന് ധ്രുവചരിത്രത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നു. ഭഗവത് ഭക്തന്മാർക്ക് മൃത്യുവിനെയും ഭയമുണ്ടാവില്ല എന്നാണ്. യേ വിമുഖ അവർ വിമുഖന്മാരായി തീരുന്നു എങ്കിൽ അവര് താൻ വിബുധാനപി വിദ്വാൻമാര് ആണെങ്കിലും പശുവിനുവ മൃഗങ്ങളെ എന്നതുപോലെ ഗിരാ ത്വം പരിവയസേ വാക്കുകൊണ്ട് അവിടുന്ന് ബന്ധിക്കുന്നു. അങ്ങനെ അങ്ങയിൽ കൃതസൗഹൃദ ഏറ്റവും ചേർത്ത് വയ്ക്കപ്പെട്ട പ്രേമത്തോടു കൂടിയവർ തന്നെയാണ് പരിശുദ്ധന്മാര്. യേ വിമുഖ
തേ ന പുനന്തി. അവര് ഒരിക്കലും ശുദ്ധമാവില്ല. പരിശുദ്ധമായ ആ ഭാവത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ, നാശമില്ലാത്ത സത്യം എന്ന് പറഞ്ഞാൽ നിത്യസത്യം. ഇതാണ് ഭഗവാൻ. ജ്ഞാനമാണ് ഭഗവാൻ. അതിൽ അനന്തമാണ്, അവധിയില്ലാത്തതാണ് ബ്രഹ്മം. നേഹ നാനാസ്തി കിഞ്ചന, ഈ ലോകത്തിൽ പലതായി യാതൊന്നുമില്ല എന്നാണ്. മൃത്യോസ മൃത്യുമാപ്നോതി യൈഹ നാനേവ പശ്യതി. ഈ പ്രപഞ്ചത്തിൽ ആരാണോ ഭേദഭാവന ചെയ്യുന്നത് അവൻ വീണ്ടും വീണ്ടും ജനിക്കുകയും വീണ്ടും വീണ്ടും മരിക്കുകയും ചെയ്യും. പുനരപി ജനനം പുനരപി മരണം. അങ്ങനെ ഭഗവാനെ കുറിച്ച് അറിയുക എന്നുള്ളത് ആത്മാവിനെ ബോധിക്കാൻ ഏറ്റവും നല്ല വഴിയാണ്. ഭക്തി കൊണ്ട് ഒരാവശ്യവുമില്ല എന്ന ചില ആളുകളുടെ വാദമുണ്ട്. അതിനെ ഇവിടെ ആ വേദസ്തുതിയിലൂടെ അതിനെ മറുകര കടക്കുകയാണ്. എല്ലാം ഭഗവാനിൽ വസിക്കുന്നു എന്ന അറിവോടുകൂടി ഭഗവാനെ സേവിക്കുന്നവർ ആ ഉപാസനയുടെ മാഹാത്മ്യം കൊണ്ട് സംസാരത്തെ ഒരിക്കലും വിലവെക്കില്ല. അവർക്ക് മൃത്യുവിനെ പോലും പേടിയുണ്ടാവില്ല. എല്ലാത്തിനെയും തള്ളി അവർ ഭഗവാനിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെ ഉപാസിക്കാത്ത ആളുകളോ, അവർ വലിയ വിദ്വാൻമാരാവും, അവർക്ക് പാണ്ഡിത്യം ഉണ്ടാവും, ശാസ്ത്രജ്ഞാനം ഉണ്ടാവും. പക്ഷേ അവരെ പോലും ഭഗവാൻ പശുക്കളുടെ മൂക്ക് തുളച്ച് കയറിട്ട് ബന്ധിക്കുന്നത് പോലെ വിധി നിഷേധ രൂപങ്ങളായ വാക്കുകൾ കൊണ്ട് ബന്ധിക്കും. അപ്പൊ ചിലത് ശരി ചിലത് തെറ്റ് എന്നുള്ളത് അവർക്ക് തോന്നും. പക്ഷേ ഭഗവാനിൽ പരമപ്രേമമുള്ള ആളുകൾക്ക് അവർ എല്ലാവരെയും അവനവനെ ശുദ്ധരാക്കണമെന്ന് മാത്രമല്ല മറ്റുള്ളവരെയും പരിശുദ്ധരാക്കി തീർക്കുന്നതാണ്. വേദവാക്യങ്ങളിൽ നിന്ന് ആത്മജ്ഞാനം പ്രയാസം കൂടാതെ സിദ്ധിക്കും എന്നുള്ള വിചാരം കൊണ്ട് ഭക്തിഹീനരായി തീരരുത്. ഭക്തി പരമപ്രധാനമാണ് എന്നാണ്. വേദാന്തവാക്യങ്ങൾ ആത്മസ്വരൂപത്തെ പ്രതിപാദിക്കുന്നു. ആത്മാവ് അപരോക്ഷമായതുകൊണ്ട് അപരോക്ഷ ജ്ഞാനമാണ് ആ വാക്കുകളിൽ നിന്നുണ്ടാവുക. എന്നാൽ അന്ധകരണദോഷങ്ങൾ അടിക്കടി ആ ജ്ഞാനത്തെ അടിസ്ഥാനമില്ലാത്തതാക്കി മറയ്ക്കുന്നത് കൊണ്ട് വാസനാദൂഷിതമായിരിക്കുന്ന മനസ്സിൽ ജ്ഞാനം അപരോക്ഷമായി പ്രകാശിക്കാതെ പരോക്ഷമായിട്ട് വരും. അങ്ങനെ വരുമ്പോ പ്രത്യക്ഷമായി കാണപ്പെടുന്ന ജനന മരണ രൂപ സംസാര ബന്ധത്തെ തീർത്ത് സുഖം നിത്യാനന്ദം ലഭിക്കണം എന്നുള്ളതിന് ഇത് സമർത്ഥമാവില്ല, ഇതുകൊണ്ട് സാധിക്കില്ല. എന്നാൽ ഭഗവാന്റെ ദാസൻ എന്നുള്ള ഭാവത്തോടുകൂടി എല്ലാത്തിലും ഭഗവാനെ കണ്ടുകൊണ്ട് സകലതും ഭഗവാന്റെ സ്വധാമങ്ങളാണ് എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ആളാണ്. സർവദാ സർവചരാചരങ്ങളെയും പരിചരിക്കുന്ന ഒരാളാണ്. അയാളുടെ അന്ധകരണത്തിലുള്ള ഭേദഭാവന നീങ്ങി അയാൾ പരിശുദ്ധമായിട്ട് തീരും. ആത്മസ്വരൂപമായ ആ ഭഗവത് ചൈതന്യം നിർമ്മലമായ കണ്ണാടിയിൽ നമ്മുടെ മുഖം വളരെ ഭംഗിയായി കാണുന്നത് പോലെ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള വിചാര വികാരങ്ങളുടെ മാലിന്യം ഉണ്ടായാൽ ഭഗവാനെ അതിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ആത്മാവിന്റെ അപരോക്ഷാനുഭവം മോക്ഷമായതുകൊണ്ട് ഭക്തന് മോക്ഷം പോലും അയത്നലളിതമായിട്ട് കിട്ടുന്നത് മാത്രമല്ല, ചിലപ്പോ അതുപോലും വേണ്ട എന്ന് വെക്കും ഭക്തൻ. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അല്ലേ, ന പാരമേഷ്ട്യം എന്ന സാർവഭൗമം ന രസാധിപത്യം ന നാഗപൃഷ്ഠം അല്ലേ, അപുരദ്ഭവം, എന്തിന് മുക്തി പോലും വേണ്ട എന്ന് പറയും. ദേഹാന്തേ ദേവപരം ബ്രഹ്മതാരകം വ്യാചഷ്ടേ. ഭഗവാൻ അവൻ ആ ഭക്തൻ സംസാരസാഗരത്തിൽ നിന്ന് മറുകര കിടക്കുമ്പോ താരകമന്ത്രത്തെ ഉപദേശിക്കും എന്നാണ്. യമേവേഷ വൃണതേ തേന ലഭ്യ, ആരെയാണോ വരിക്കുന്നത് അവനാൽ പ്രാപിക്കപ്പെടാൻ യോഗ്യൻ എന്നുള്ളത് ഒക്കെ ഭക്തിയുടെ പരമമായ പദവിയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തപന്തു താപൈ പ്രപതന്തു പർവ്വതാത് അടന്തു തീർത്ഥാനി പഠന്തു ചാഗമാൻ യജന്തു യാഗേർ വിവദന്തു വാദേർ ഹരിം വിനാ നൈവമൃതിം തരന്തി എന്നാണ്. തപസ്, തീർത്ഥാടനം, വേദപാഠം, യാഗം, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ വളരെ ബുദ്ധിമുട്ടി ചെയ്താലും
ഭക്തിയില്ലാതെ ഈ ജനനമരണങ്ങളാകുന്ന ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം പറയുന്നു. ഹരിം വിനാ നൈവ മൃതിം തരന്തി. ആ ഭഗവത് പാദങ്ങളിൽ ഭക്തിയില്ലാതെ, ഹരിഭക്തിയില്ലാതെ ഇതിന്റെ മറുകര കടക്കാനായിട്ട് സാധിക്കുകയില്ല. ത്വമകരണസ്വരാടഖിലകാരകശക്തിധരസ്തവ ബലിമുദ്വഹന്തി സമദന്ത്യജയാനിമിഷാം വർഷഭുജോഖിലക്ഷിതിപതേരിവ വിശ്വസൃജോ വിദധതി യത്രയേ ത്വധികൃതാ ഭവതശ്ചകിതാ. ത്വം അകരണ, അവിടുന്ന് കരണങ്ങളോടുകൂടാത്തവനായി, സ്വരാട്ട് സ്വയം രാജതേതി സ്വരാട്ട് സ്വയം പ്രകാശിക്കുന്നവനായി, അഖില കാരക ശക്തിധര സമസ്ത ജീവജാലങ്ങളുടെയും ഇന്ദ്രിയ ശക്തികളെ ധരിക്കുന്നവനായിട്ട് മാറുന്നു. അജയ അവിദ്യയോടുകൂടി സഹിതന്മാരായിരിക്കുന്ന അനിമിഷ ദേവന്മാര്, അവരെ ആ കണ്ണുകൾ അടയ്ക്കാത്ത ആളുകൾ, അതുകൊണ്ടാണ് അനിമിഷന്മാര് എന്ന് അവരെ പറയണത്. വിശ്വസൃജ ലോകത്തെ സൃഷ്ടിക്കുന്നവര്. അതേപോലെ തന്നെ വർഷഭുജ ഖണ്ഡമണ്ഡലങ്ങളുടെ അധിപതിമാരായിട്ടുള്ള ആളുകൾ. അഖിലക്ഷിരിപതൈവ സമസ്ത ഭൂമിയുടെയും പതിക്ക് എന്നതുപോലെ തവ അവിടുത്തേക്ക് ബലിം ഉദ്വഹന്തി ബലിയെ സമർപ്പിക്കുന്നു സകല ചരാചരങ്ങൾ. സമദന്തിച്ച ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഏതു മറ്റു ചിലരോ യാതൊന്നിൽ നിയമിക്കപ്പെട്ടവരോ അവർ ഭഗവതഃ അങ്ങയിൽ നിന്ന് ഭയപ്പെട്ടവരായി അതിനെ ചെയ്യും. എല്ലാ ഭൂതങ്ങളും ഭഗവാന്റെ വാസസ്ഥാനമാണ്. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് സേവിക്കാവുന്നതാണ്. പക്ഷേ ആ ഭൂതങ്ങളിലിരിക്കുന്ന ഈശ്വരനും അവയുടെ ഇന്ദ്രിയങ്ങൾക്കും തമ്മിൽ സംബന്ധം ഉള്ളത് കൊണ്ട് ഈശ്വരൻ കർത്താവായിട്ടും ഭോക്താവായിട്ടും വരും. പരമാർത്ഥത്തിൽ ഈശ്വരന് കർത്തൃത്വ ഭോക്തൃത്വം ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെന്ന് വന്നാൽ ജീവനും ഈശ്വരനും തമ്മിൽ വ്യത്യാസമില്ലാതെയോ. പിന്നെ എന്തുകൊണ്ടാണ് ഈശ്വരൻ സേവ്യൻ, എന്തൊരു അപകർഷം കൊണ്ട് ജീവൻ സേവകൻ എന്ന് വരുന്നു എന്നാണെങ്കിൽ, അപാണിപാദോ ജവനോ ഗൃഹീത പശ്യത്യ ചക്ഷു സ ശൃണോത്യകർണ സ വേത്തി വേദ്യം നച തസ്യാസ്തി വേത്താ തമാഹുരഗ്രം പുരുഷം പുരാണം. കയ്യും കാലും ഇല്ല, പക്ഷേ അപാണിപാദോ ജവനോ എന്നാൽ അവന് വേഗം സഞ്ചരിക്കാൻ സാധിക്കും, ഗ്രഹിക്കാനും കൊടുക്കാനും സാധിക്കും, കണ്ണില്ലെങ്കിലും കാണാൻ സാധിക്കും, ശ്രോത്രമില്ലെങ്കിലും കേൾക്കും, അറിയേണ്ടതിനെ അറിയും, അവനെ അറിയാൻ ആരുമില്ല, അവൻ ആദിയുള്ളവനും ശ്രേഷ്ഠനുമായ പുരുഷനുമാണ് എന്ന രീതിയിലാണ് ഈ വേദ ദേവതകൾ ഭഗവാനെ സ്തുതിക്കുന്നത്. ഭഗവാൻ ഇന്ദ്രിയ സംബന്ധമില്ലാത്തവനാണ്, എങ്കിലും താനെ പ്രകാശിക്കുന്നു എന്ന് മാത്രമല്ല സകല പ്രാണികളുടെയും ഇന്ദ്രിയ ശക്തികളും ഉണർത്തുന്നവനുമാണ്, അതിനെ പ്രവർത്തിപ്പിക്കുന്നവനാണ്. അപ്പൊ അവിദ്യയോട് ചേർന്ന ഇന്ദ്രാദിദേവതകളും അവരാൽ പൂജ്യന്മാരായ ബ്രഹ്മാദിദേവകളും ഭഗവാനെ ആരാധിക്കുന്നു. ഏതുപോലെ എന്നാണ് ഇവിടെ പറയണത്. അഖണ്ഡഭൂമിയുടെ അധിപതിയായ ചക്രവർത്തിയെ ഖണ്ഡഭൂമി പരിപാലിക്കുന്ന രാജാക്കന്മാർ ചക്രവർത്തിയെ പൂജിക്കുന്നത് പോലെ തങ്ങളിൽ താഴെയുള്ളവരിൽ നിന്ന് ഭോഗ്യവസ്തുക്കളെ അനുഭവിക്കുന്നു. ഇന്ദ്രാദികൾ ഭഗവാനെ പൂജിക്കുന്നു. ഇന്ദ്രാദികളെയും കർമ്മം നടത്താൻ ഭഗവാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ആ കർമ്മം അവിടുത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ ഇന്ദ്രാദി ദേവതകള് നടത്തുന്നത്. കാറ്റ് വീശുന്നത്, അഗ്നി ജ്വലിക്കുന്നത്, സൂര്യൻ പ്രകാശിക്കുന്നത് അല്ലേ. ഭീഷാസ്മാദ്വാത പവതേ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാദ് അഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ എന്നാണ്. അതീന്ദ്രിയോപി യോ ദേവ സർവകാല ശക്തി ദൃക് സർവജ്ഞ സർവകർത്താച സർവസേവ്യം നമാമി തം എന്നാണ്. ഈശ്വരൻ സന്നിധിയാണ്, സകലരെയും സർവവ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നവനാണ്. ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും മിന്നിത്തിളങ്ങുന്നു. അങ്ങനെ ഇന്ദ്രിയാദി സംബന്ധം ഇല്ലാത്തവനായ ആ സകലർക്കും സേവ്യനായ ഭഗവാൻ. അപ്പൊ ജീവൻ സേവകൻ. സ്ത്രീപുത്രമിത്രാദി സംബന്ധമുള്ളവർ സ്വാമി സേവ ചെയ്ത് കുടുംബരക്ഷ ചെയ്യുന്നത് പോലെ അവിദ്യാസംബന്ധമുള്ള ദേവാദികൾ ഈശ്വരനെ സേവിച്ചു കഴിയുന്നു. അപ്പോ ദേവന്മാര് പോലും അങ്ങനെയാണെങ്കിൽ ദേവന്മാരെക്കാൾ താഴെ നിലയിലിരിക്കുന്ന മനുഷ്യരും അങ്ങനെ ചെയ്യണമല്ലോ. സർവേശ്വര പാദസേവ കൊണ്ട് സംസാര ദുഃഖത്തിൽ നിന്ന്
മോചനം നേടാനായിട്ട് സാധിക്കും. ഭഗവാനെ ആരാധിക്കൂ. സ്ഥിരചരജാതയ സുരജയോദ്ധനിമിത്തയുജോ വിഹര ഉദീക്ഷയായതി പരസ്യ വിമുക്തതത നഹി പരമസ്യ കശ്ചിദപരോ ന പരശ്ച ഭവേത് വിയത ഇവാപദസ്യ തവ ശൂന്യതുലാം ദധത. ഹേ വിമുക്ത, വിമുക്തി നേടിയിട്ടുള്ളവനെ, അജയാ സഹ മായയോടുകൂടി തഥാ പരസ്യ അതിൽ നിന്ന് പരനായിരിക്കുന്ന അവിടുത്തേക്ക് ഭഗവാന് ഉദീക്ഷയ ഈക്ഷണം കൊണ്ട് ഒരു നോട്ടം കൊണ്ട് വിഹരഹ ക്രീഡ യതി എപ്പോഴാണോ ക്രീഡ ആരംഭിക്കുന്നത് അപ്പോൾ ഉദ്ധനിമിത്തയുജ ഉദ്ധാനം ചെയ്ത നിമിത്ത രൂപങ്ങളായ കർമ്മങ്ങളോടുകൂടി സ്ഥിരചരജാതയ സ്ഥിരങ്ങളും ചരങ്ങളുമായ ദേഹങ്ങളോടുകൂടി ജീവാത്മാക്കൾ സ്യു ഉണ്ടാവും. പരമസ്യ പരമകരുണയുള്ളവനായി വിയത ഇവ ആകാശതുല്യനായി ശൂന്യതുലാം ശൂന്യ സാമ്യത്തെ ധരിച്ചവനായി അപദസ്യ അഗോചരനായിരിക്കുന്ന അവിടുത്തേക്ക് കശ്ചിത് അപരനായി ഒരാൾ നഹി ഇല്ല. അതേപോലെ അപരനായും ഭഗവാന് ആരുമില്ല. അപരനായിട്ടില്ല, പരനായിട്ടും ഇല്ല. അപ്പൊ ഇന്ദ്രിയങ്ങളെ അതാത് വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന സ്വതന്ത്രനായ ഈശ്വരൻ, ആ ഈശ്വരനെ ഇന്ദ്രിയാധീനന്മാരായി അസ്വതന്ത്രരായിരിക്കുന്ന ജീവാത്മാക്കൾ ഭജിക്കുന്നു. ഇതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത്. അതുമാത്രമല്ല, ഈശ്വരനെ ഭജിക്കണമെന്ന് പറയാൻ മറ്റു കാരണം എന്താ? ഈശ്വരനിൽ നിന്ന് ഉണ്ടായ ആളുകളായാലും ജീവാത്മാക്കൾ ഈശ്വരനെ ഭജിക്കണം. യഥാഗ്നേ ക്ഷുദ്ര വിസ്ഫുലിംഗ വിച്ചുരന്ത്യേവമേവാസ്മാദാത്മന സർവേ പ്രാണ സർവേ ലോക സർവേ ദേവാഹ സർവാണി ഭൂതാനി സർവ ഏത ആത്മാനോ വ്യുച്ചരന്തി. ഏകരൂപമാണ് മഹാഗ്നി. അതിൽ നിന്ന് പലതരത്തിലുള്ള തീപ്പൊരികൾ ഉണ്ടാവും. ഇതേപോലെ ആ ഭഗവാനിൽ നിന്ന് സകല ഇന്ദ്രിയങ്ങളും ലോകങ്ങളും സകല ദേവന്മാരും ഈ കാണപ്പെടുന്ന സകലതും ഭഗവാനിൽ നിന്ന് ഉണ്ടായതാണ്. അവിടുന്ന് നിത്യമുക്തനാണ്. ഹേ വിമുക്ത, ഭഗവാനെ വിളിക്കുകയാണ്. മായയിൽ നിന്ന് ദൂരെയിരിക്കുന്ന, മായയോടുകൂടി മായയിൽ നിന്ന് വിട്ടിരിക്കുന്നു അവിടുത്തെ ഈക്ഷണബന്ധം, ആ കടാക്ഷം, ആ നോട്ടം എപ്പോഴാണോ മായക്കുണ്ടാവുന്നത് അപ്പോഴാണ് വൃക്ഷാദികളാകുന്ന സ്ഥിരശരീരങ്ങളും പശുവാദികളാകുന്ന ചരശരീരങ്ങളും ആ ജീവാത്മാക്കളും കർമ്മങ്ങളോടുകൂടി ഉണ്ടാവുന്നത്. മായയിൽ ലയിച്ച ജീവാത്മാക്കൾ തങ്ങളുടെ കർമ്മങ്ങളോടുകൂടി മായയിൽ നിന്ന് പുറപ്പെടുന്നു. കർമാനുസരണം സ്ഥിരങ്ങളും ചരങ്ങളുമായ ദേഹങ്ങൾ സിദ്ധിക്കുന്നു. സ്വകർമ്മങ്ങളോട് കൂടെ ഉണ്ടായി എന്നാണെങ്കിൽ ഈശ്വരന്റെ ഇച്ഛാരൂപമായി ഈക്ഷണം കൊണ്ട് ശരീരങ്ങൾ ജീവാത്മാക്കൾക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോരാന്നാണ്. കാരണം എന്താ? ഭഗവാൻ പരമകാരുണികനാണ്. ആകാശം പോലെ എന്നവിടെ ഒരു ഉപമ പറഞ്ഞു. ഭഗവാൻ ആകാശം പോലെ, വിയത ഇവ. അപ്പൊ അങ്ങനെ ആകാശം പോലെ എല്ലായിടത്തും വ്യാപിച്ചു നിറഞ്ഞ ശൂന്യ സദൃശനായ, മനസ്സിനും വാക്കുകൾക്കും എത്താൻ സാധിക്കാത്ത, അപ്രാപ്യമായിരിക്കുന്ന അവിടത്തേക്ക് ഒരാൾ ആത്മീയനല്ലാത്തവനായും മറ്റൊരാൾ ആത്മീയനായും വരിക എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതെന്തുകൊണ്ടാണ്? സ്ഥിരശരീരത്തെയും മറ്റൊരാൾക്ക് ചരദേഹത്തെയും ഒരാളെ മനുഷ്യനായും മറ്റൊരാളെ ദേവനായും ഉന്നതനായും നീചനായും കൽപ്പിക്കുന്നത് ഭഗവാന് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടായാൽ ഭഗവാൻ കാരുണ്യമില്ലാത്തവനായിട്ട് തീരും. അപ്പൊ ജീവാത്മാക്കളുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് ഈ വ്യത്യസ്തങ്ങളായ ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നത്. അവിടെ ക്ഷോഭിച്ച മായയിൽ കർമ്മങ്ങൾ ഉണരുന്നു. ആ ജീവാത്മാക്കൾ തങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള ശരീരങ്ങളെ സ്വീകരിച്ചും ഉപേക്ഷിച്ചും സംസൃതിയിലേക്ക് എത്തുന്നു. അവിടുത്തെ കാരുണ്യമില്ലായ്മയല്ല, ഭഗവാൻ പരമദയാലുവാണ്, കാരുണ്യ സിന്ധുവാണ് ഭഗവാൻ. എല്ലാത്തിനോടും സമഭാവനയുള്ള ആളാണ്. മനസ്സിനും വാക്കുകൾക്കും വിഷയമല്ലാത്തത് കൊണ്ട് അത്യന്തം പരിശുദ്ധനാണ് ഭഗവാൻ. ഇപ്പൊ സൃഷ്ടി ലീല കൊണ്ട് വൈഷമ്യ നൈഘൃണാദി ദോഷങ്ങളൊന്നും ഭഗവാനിലേക്ക് വരുന്നില്ല. താൻ ചെയ്ത കർമ്മങ്ങളെ കൊണ്ട് ജീവന് ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പൊ അതുകൊണ്ട് അവിടുത്തെ വാഞ്ചാരൂപമായ ഈക്ഷണം, അതിൽ നിന്നുണ്ടാകുന്ന ജീവാത്മാക്കൾ പിതൃസ്ഥാനീയനായ അവിടുത്തെ ഭജിക്കുക എന്നുള്ളത് വിഹിതമായ കർമ്മമാണ്. തുദീക്ഷണവശക്ഷോഭമായാബോധിത കർമ്മഭി ജാതാൻ സംസരത ഖിന്നാൻ നൃഹരേ പാഹിന പിത. നൃസിംഹമൂർത്തെ, അവിടുത്തെ കടാക്ഷം കൊണ്ടാണ് മായ ക്ഷോഭിച്ചത്. അതുകൊണ്ട് ജീവാത്മാക്കളായിട്ടുള്ള ഞങ്ങൾ ജനിക്കണു, മരിക്കണു, സംസാര ദുഃഖങ്ങൾ അനുഭവിച്ചു വിഷമിക്കുന്നു. ഹേ പിതാ ന പാഹി, ഞങ്ങളെ രക്ഷിക്കണേ പിതാവേ, അല്ലേ അച്ഛാ ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ്. അപ്പോ ആ ബന്ധമുക്തി നേടാൻ ഈ പ്രാർത്ഥന വളരെ വിശേഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മൾ 29ാമത്തെ ശ്ലോകത്തോടുകൂടി ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. നാളെ 30ാമത്തെ ശ്ലോകത്തോടുകൂടി ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം.
ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.